നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ISLൽ മുംബൈ സിറ്റി FCക്കെതിരെ ഈ സീസണിലെ ആദ്യത്തെ ഹോം മത്സരം കളിക്കാനിറങ്ങിയാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ സന്തോഷകരമായ ഒരു വാർത്ത കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു വിദേശ താരത്തെ സൈൻ ചെയ്തിരിക്കുന്നു. ഒരു വിദേശ താരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തേക്ക് വന്നതാണ്. പലരും പലതരത്തിലുള്ള റൂമറുകളും അടിച്ചു വിട്ടു. അതൊന്നും ശരിയായില്ല. ഇപ്പോഴിതാ സ്കോട്ട്ലൻഡിൽ നിന്നാണ് താരത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ജയ് ക്യുറ്റോങ്കോ എന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അദ്ദേഹത്തിൻ്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത് തന്നെ ഇതാ പുതിയൊരു അറ്റാക്കർ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അറ്റാക്ക് റീഇൻഫോഴ്സ്ഡ്, വെൽക്കം ടു ദി ബ്ലാസ്റ്റേഴ്സ് ജയ് എന്ന് പറയുന്നു. യെസ്, വെൽക്കം ജയ് ക്യുറ്റോങ്കോ. സ്കോട്ടിഷ് താരമായിട്ടുള്ള ജയ് ക്യുറ്റോങ്കോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് 28 വയസ്സാണ് താരത്തിനുള്ളത്. സ്ട്രൈക്കറായിട്ടും വിങ്ങറായിട്ടും കളിക്കാൻ കെൽപ്പുള്ള താരമാണ്. അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ ഹാമിൽട്ടൺ അക്കാഡമിക്കൽ, അതുപോലെ എബർഡീൻ, പിന്നെ ഗ്രീനോക്ക് മോർട്ടൺ തുടങ്ങിയ ക്ലബ്ബുകളിലൂടെയായിരുന്നു. ഗ്രീനോക്ക് മോർട്ടണിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ക്ലബ്ബ് തീർച്ചയായിട്ടും ക്യൂൻസ് പാർക്ക് FC ആണ്. സ്കോട്ടിഷ് പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ്, ഗ്ലാസ്ഗോയിൽ നിന്നുള്ള ക്ലബ്ബ് ക്യൂൻസ് പാർക്ക് FC. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് മർസക് ലോക്ക് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 6 വിദേശ താരങ്ങളുമായിരിക്കുന്നു. സ്കോട്ടിഷ് അണ്ടർ-21 ടീമിനൊക്കെ കളിച്ചിട്ടുള്ള കളിക്കാരനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.